أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. صدق الله العظيم. സൂറത്തുൽ അംബിയ 34:5. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ഏർപ്പെടുത്തിയിട്ടില്ല, ലിബശരിൻ, ഒരു മനുഷ്യനും, മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പ്, അൽ ഖുൽദ, അനശ്വരത, അമരത്വം അഥവാ മരിക്കാത്ത അവസ്ഥ. അഫൈൻ മിത്ത, എന്നിട്ട് താങ്കൾ മരിച്ചാലാണോ, ഫഹും, അഫൈൻ മിത്ത, താങ്കൾ മരിച്ചാൽ ആണോ, ഫഹും അൽ ഖാലിദൂൻ, അവർ ശാശ്വതരായിരിക്കുന്നത് അല്ലെങ്കിൽ ചിരഞ്ജീവികളായിരിക്കുന്നത്. കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സും, ദാഇഖത്തുൽ മൗത്ത്, മരണം രുചിക്കുന്നതാകുന്നു. വനബ്ലൂക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുന്നു, ബിശ്ശർരി, ഷർറ് കൊണ്ട്, വൽ ഖൈരി, ഖൈറ് കൊണ്ടും, ഫിത്നത്തൻ, പരീക്ഷണമായിട്ട്, വ ഇലൈന, നമ്മിലേക്ക് തന്നെയാകുന്നു, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എതിരാളികളും തമ്മിലുണ്ടായ വലിയ തർക്കത്തെ തുടർന്ന് അവർക്കൊക്കെ വായടപ്പൻ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പരിശുദ്ധ ഖുർആനിലൂടെയും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. എതിരാളികൾ വല്ലാതെ പൊളഞ്ഞു. അപ്പോൾ ചില ആളുകൾ സമാധാനം കണ്ടെത്തിയിരുന്നത് ആയിരുന്നു, ഇന്ന മുഹമ്മദൻ സയമൂത്ത്, മുഹമ്മദ് കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങ് മരിച്ചോളും, അതോടുകൂടി തീരും അവൻ്റെ കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടി മരിച്ചപ്പോൾ അവൻ അബുത്തറായി, കുറ്റിയേറ്റുവനായി, ഇനി അവൻ്റെ ആൺമക്കളാരുമില്ല എന്നൊക്കെ സന്തോഷം കണ്ടെത്തിയിരുന്നല്ലോ. എന്നതുപോലെ സൂറ അത്തൂർ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്, അം യഖൂലൂന ഷാഇറുൻ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, അവർ പറയുകയാണോ കവിയാണെന്ന്, അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മരണവിപത്ത് കാത്തിരിക്കുകയാണ് എന്ന്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ജീവിക്കുന്ന കാലത്ത് പലരെയും സ്വാധീനിച്ച ഒരു കവിയാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മരിച്ചു പോകും, അതോടുകൂടി ദീനുൽ ഇസ്ലാം അങ്ങ് ഇല്ലാതെയായി പോകും എന്നൊക്കെയുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ചില റിപ്പോർട്ട് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഇതിൽ വിഷമമുണ്ടായിരുന്നു. അഥവാ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുട്ടികൾക്കാരാണ് എന്നതുപോലെ ഫഖാല യാ റബ്ബി ഫമൻ ലി ഉമ്മത്തി, ഈ ആയത്തിറങ്ങിയപ്പോൾ, ഇത് സൂറത്ത് തൂറിലെ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിച്ചിട്ട് ചോദിക്കുന്ന പ്രാർത്ഥനയാണ്, ഫമൻ ലി ഉമ്മത്തി, അപ്പം എൻ്റെ ഉമ്മത്തിനാരാണ്. അതിനുള്ള മറുപടിയുമാണ് ഈ ആയത്ത് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വമാ ജഅൽനാ ലിബശരി മിൻ ഖബലിക്കൽ ഖുൽദ, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും എന്നതുകൊണ്ട് മനുഷ്യരല്ല ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്നർത്ഥത്തിലല്ല, പകരം താങ്കൾക്ക് മുമ്പ് റസൂലുമാരായിട്ട് വന്ന ഒരു റസൂലും അനന്തകാലം ഇവിടെ ജീവിച്ചിട്ടില്ല. കൊല്ലപ്പെട്ടു പോയ റസൂലുമാരുണ്ട്,
അതുപോലെ മരണപ്പെട്ടു പോയ റസൂലുമാരുമുണ്ട്. ആരും ബാക്കിയില്ല. അഥവാ ഒരു മനുഷ്യനും ഖുൽദ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരണപ്പെടുക എന്നതൊന്നും അള്ളാഹുവിൻ്റെ ദീന് തകർന്നു പോകുന്നതിന് ഇടയാക്കുന്നതല്ല. സൂറത്ത് ആലിമ്രാനിൽ നമ്മൾ പഠിച്ചതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസുൽ അഫൈം മാത ഖുതില ഖലബ്തും അലാ അഖാബിക്കും. മുഹമ്മദ് ഒരു റസൂല് മാത്രമാണ്. അദ്ദേഹം കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതുകൊണ്ട് അള്ളാഹു ഏകനല്ലാതെയാകില്ല. മരണാനന്തരം പരലോകം ഇല്ലാതെയാകില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലക്ക് അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന അവസ്ഥയിൽ നിന്ന് അത് വേണ്ടാതെയാകുകയില്ല. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെയായാലും ദീന് നിലനിൽക്കും. ഇതാണ് അടിസ്ഥാന വർത്തമാനം. എന്നിട്ട് പിന്നെ ഒരു ചോദ്യമാണ്, അഫൈമിത്ത ഫഹുമുൽ ഖാലിദൂൻ. താങ്കൾ മരിച്ചാൽ ദീനില്ലാതെയായി പോകുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് അവരുടെ ഈ കുഫർ നിലനിർത്താൻ അവരിവിടെ എന്നും ഉണ്ടാകുമെന്ന്. അവരും മരിക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ട് ദീനില്ലാതെയാകുമെങ്കിൽ എതിരാളികൾ മരിച്ചിട്ട് കുഫറും ഇല്ലാതെയാകണം. അത് സംഭവിക്കില്ലല്ലോ. കുഫർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദീനും നിലനിൽക്കും. ഒരാളുടെ മരണം കൊണ്ട് അത് ഇല്ലാതെയായി പോകുകയൊന്നുമില്ല. പിന്നെ പറഞ്ഞു കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണം രുചിക്കുന്നതാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പലരും ആത്മാവ് എന്നൊക്കെയാണ് പരിഭാഷപ്പെടുത്തുക. നഫ്സ് എന്ന് പറയുന്നത് ആത്മാവിന് റൂഹ് എന്നാണ് പറയുക. ജിസ്മ് എന്നാണ് ശരീരം അല്ലെങ്കിൽ ജസദ്. ഇത് രണ്ടും കൂടി ഒന്നിച്ചുണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് നഫ്സ് എന്ന് പറയുക. അപ്പോൾ ജീവനുള്ള എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ്. ദായിഖത്തുൽ മൗത്ത് നാമവിശേഷണമാണ്. അങ്ങനെ അല്ലാത്ത ഒന്നില്ല എന്നർത്ഥം. നഫ്സ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ മരിക്കുന്ന സാധനമാണ്. അങ്ങനെ അല്ലാത്തൊരവസ്ഥ അതിനില്ല എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. കുല്ലു നഫ്സിൻ യദൂഖുൽ മൗത്ത്. എല്ലാ നഫ്സും മരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ എക്സ്ക്ലൂഷൻ ഉണ്ടാകാം. ഇതങ്ങനെയല്ല. ആ നഫ്സ് എന്ന് പറയുന്ന സാധനം തന്നെ കുറച്ച് കഴിയുമ്പോൾ റൂഹും ജസദുമായി വേർപിരിയുന്നതാണ് എന്നാണ് മരണം രുചിക്കുന്നതാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വ ഇലൈന തുർജഊൻ. നമ്മളിലേക്കാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പ് വ നബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നിങ്ങൾക്ക് ഖൈറും ഷർറും ഉണ്ടാകും. ജീവിതം അതിൽ ഗുണവും ദോഷവുമൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. സന്തോഷവും ദുഃഖവും, അഭിവൃദ്ധിയും ദാരിദ്ര്യവും, സമ്പന്നതയും ആരോഗ്യവും രോഗവും, ഇങ്ങനെയുള്ള വ്യത്യസ്ത അവസ്ഥകളൊക്കെ മനുഷ്യർക്ക്, അത് നല്ല ആളുകൾക്കും ചീത്ത ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഒരു ഫിത്ന എന്ന നിലയിലാണ്, അഥവാ പരീക്ഷണം എന്ന നിലയിൽ അല്ലാഹു തആല അത് നൽകിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ പരീക്ഷണമെന്നും ഇംഗ്ലീഷിൽ എക്സ്പെരിമെൻറ്റും എന്നൊക്കെ പറയുന്ന, റിസർച്ച് എന്നൊക്കെ പറയുന്ന സംഗതി, അത് നടത്തുന്ന ആൾക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന്. അതിനു വേണ്ടി ആ റിസൾട്ട് എന്താണെന്ന് കാണാൻ വേണ്ടിയാണ് പരീക്ഷണം നടത്തുക. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചൊരു ചോദ്യമുണ്ട്. എല്ലാം അറിയുന്നവനായ അള്ളാഹു പിന്നെ എന്തിനാണ് പരീക്ഷണം നടത്തുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി പരീക്ഷണം നടത്തുകയല്ല. പകരം മനുഷ്യൻ്റെ യോഗ്യത വെളിപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾ ഇബ്തിലാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇംതിഹാൻ എന്നാണ്. പരീക്ഷ എന്ന് നമ്മൾ പറയുമല്ലോ. പരീക്ഷ എന്തിനാണ്? ഒരു 1-ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാ കുട്ടികളെയും 2-ാം ക്ലാസ്സിലേക്ക് അങ്ങ് ഇരുത്തിയാൽ മതി. അത് കഴിയുമ്പോൾ അടുത്ത കൊല്ലം 3-ാം ക്ലാസ്സിലേക്ക് ഇരുത്തിയാൽ മതി. ഇങ്ങനെ കയറ്റി കൊണ്ടാകാമല്ലോ വേണമെങ്കിൽ, പരീക്ഷ നടത്താതെ തന്നെ. അല്ല, അടുത്ത ക്ലാസ്സിലേക്ക് ആരെയാണ് ഇരുത്തേണ്ടത്? ഒരു മത്സരം വയ്ക്കുകയാണ്. ഇത്ര മാർക്ക് സ്കോർ ചെയ്താൽ അങ്ങോട്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ. ഇത് പ്രയാസപ്പെടുത്തലാണ്. ഈ പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ച് അധ്വാനിച്ചവൻ ക്ഷമാപൂർവം പണിയെടുത്തവൻ
അവന് അത് ആ പരീക്ഷ നേട്ടമാവും. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാനുള്ള ഒരു യോഗ്യതയായിട്ട് ആ വിജയം മാറുകയാണ് ചെയ്യുക. അതേ സമയത്ത് പഠിക്കാതിരിക്കുകയും അക്ഷമ കാണിക്കുകയും ഉഴപ്പുകയും ചെയ്തയാൾ അയാൾക്ക് പരാജയത്തിനുള്ളൊരു വഴിയായിട്ട് മാറുകയുമാണ് ചെയ്യുക. ഇങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് പരീക്ഷണം, ബലാ എന്ന് അല്ലാഹു തആല പറയുന്നത്. കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉമ്മ ഒരല്പം പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുക. ആ പ്രയാസം സഹിക്കാൻ കുഞ്ഞ് തയ്യാറായാൽ അതവന് ഖൈറാവും. അതിന് ഞാനില്ല എന്ന് തീരുമാനിച്ചാൽ ആ കുട്ടിക്കത് ഷെറാവും. ഇങ്ങനെ പ്രയാസപ്പെടുത്തി റിസ്ക് കൊടുത്ത് വളർത്തുക, അതിനാണ് ഇംതിഹാൻ എന്ന് പറയാം. നമ്മൾ പരീക്ഷ എന്ന് പറയില്ല, അതിനാണ് പരീക്ഷ വെക്കുന്നത്, അതിനാണ്. ഇങ്ങനെ വളർത്തുക എന്നാണ് യഥാർത്ഥത്തിൽ ബലാ എന്ന ആശയത്തിൻ്റെ അർത്ഥം. അല്ലാതെ ഗവേഷണം നടത്തുക, എക്സ്പെരിമെൻ്റ് നടത്തുക എന്ന അർത്ഥത്തിലല്ല ബലാ എന്നുള്ള വാക്ക് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബലാ പറഞ്ഞ മിക്ക സ്ഥലങ്ങളിലും അപ്പുറത്ത് സബർ പറയുന്നത് കാണാൻ കഴിയും. വനബലുവക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ബലാഇൽ സബറാണ് വേണ്ടത്, അഥവാ അതിനെ മറികടക്കാനുള്ള അധ്വാനവും പരിശ്രമവും അതൊക്കെയാണ് സബർ എന്ന് പറയുന്നത്. അതിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം വന്നത് ഒരു യോഗ്യതയാകും. എല്ലാ വളർന്ന ആളുകളും എല്ലാ വളർന്ന സമൂഹങ്ങളും അവരുടെ മുന്നിലുണ്ടായ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ വേണ്ടി നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമായി വളർച്ചയെ രേഖപ്പെടുത്തിയത്. അതാണ് ഫിത്തനത്തൻ എന്ന് പറയുന്നത്. വല്ല നബുലുവക്കും രണ്ടൊരർത്ഥം തന്നെയാണ്. ഫിത്തനത്തൻ പരീക്ഷണമായിട്ട് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും, അഥവാ ഇത് നിങ്ങൾക്ക് ഒരു പ്രയാസമായിട്ട് അനുഭവപ്പെടുന്ന തരത്തിലായിരിക്കും ഉണ്ടാകുക. അത് എല്ലാ മനുഷ്യനും ഉണ്ടാകും. അതാണ് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി നിഅമത്ത് ധാരാളമായി കൊടുത്താൽ മനുഷ്യൻ പറയും അല്ലാഹു എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. പരീക്ഷിക്കാൻ വേണ്ടി റിസ്ക് കൺട്രോൾ ചെയ്താൽ അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ മാനം കെടുത്തിയിരിക്കുന്നു എന്ന്. റബ്ബ് മാനം കെടുത്തിയതുമല്ല, റബ്ബ് ആദരിച്ചതുമല്ല. പരീക്ഷ നടത്തുന്നത് പോലെ തന്നെ കോളേജ് പരീക്ഷ നടത്തി എന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ഇരുത്തി ആദരിച്ചു, അല്ലെങ്കിൽ പരീക്ഷ നടത്തി എന്നെ അവഹേളിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ? പരീക്ഷ വെച്ചത് അത് മറികടന്ന് ഉയർന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയായിട്ടാണ്. ഇങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഒരു അഭിവൃദ്ധിയോ ക്ഷേമമോ എന്തെങ്കിലും ഒന്ന് ഒരു ദുർലക്ഷണമായിട്ടല്ല. അത് പറയാനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള അനുയായികളുമൊക്കെ അള്ളാഹു അയച്ച ആളായിട്ടും ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷക്കും അത് ഒക്കെ അർഹരായ ധിക്കാരികളായ നിഷേധികൾ അവർക്കിങ്ങനെ വെച്ചടി കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആർക്കാണ് മെച്ചം? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മുശ്രിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ അള്ളാഹിൻ്റെ വിശദീകരണമാണ്. അതൊക്കെ അള്ളാഹു ദുനിയാവിൽ നല്ല ആളുകൾക്കും ചീത്ത ആളുകൾക്കും ഒക്കെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ്. പക്ഷെ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല അവരുടെ നന്മ തിന്മകൾ തീരുമാനിക്കപ്പെടുന്നത്. പിന്നെ ഇലൈന തുർജഊൻ. അപ്പോൾ ക്ഷേമം അനുഭവിച്ച ആളുകളും ക്ഷാമം അനുഭവിച്ച ആളുകളുമൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. ആ ക്ഷേമത്തിലും ക്ഷാമത്തിലുമൊക്കെ എങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്, അതിനെ എങ്ങനെയാണ് അവർ സമീപിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലമോ അല്ലെങ്കിൽ ശിക്ഷയോ ഒക്കെ നൽകുന്നത്. പിന്നെ മറ്റൊരു സംഗതി കൂടി അതിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ അല്ലാഹു തആല ജീവിതത്തിൽ ഒരാൾക്ക് ദാരിദ്ര്യം നൽകി, അപ്പോൾ അയാൾ ജീവിതം ആസ്വദിക്കുവാനുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുത്തി. ഇങ്ങനെയാണ് ഭൗതികന്മാർ കണക്ക് കൂട്ടുക. അതേസമയത്ത് ജീവിതത്തിൽ എല്ലാവിധ ആസ്വാദനങ്ങളും ലഭിക്കുന്ന വിധം അയാൾ കയ്യിൽ വെള്ളിപ്പാത്രവും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചു. ജന്മനാ തന്നെ അയാൾക്ക് ജീവിതം ആസ്വദിക്കുവാൻ അവസരം കൊടുത്തു. ഇത് വിവേചനമല്ലേ? ഒരു വിവേചനവുമല്ല. വളരെ ചെറിയൊരു കാലം അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹു നൽകുന്ന വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുവാനുള്ള രണ്ടവസ്ഥകൾ രണ്ടാൾക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി കൈവശപ്പെടുത്താം. അതുപോലെ തന്നെ അള്ളാഹു തന്ന നിഅമത്തിന് നന്ദി ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി കൈവശപ്പെടുത്താം. എന്തായാലും പ്രീതി നേടിയെടുത്തവന്
അത് ഹൈറായിത്തീരും. അത് അവൻ ദരിദ്രനായിരുന്നു എന്നത് അവനെ ബാധിക്കുന്നില്ല. കാരണം ഇവിടെ വല്ല മനപ്രയാസവും ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തുന്ന തരത്തിലാണ് അള്ളാഹുവിലേക്ക് അവൻ തിരിച്ചു ചെല്ലുന്നത്. വലക്കും ഫീഹ മാ തഷ്തഹി അംഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഊൻ. നിങ്ങൾ കൊതിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതും മുഴുവൻ നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നാണ് അത്തരം ആളുകളോട്. അപ്പോൾ അവർക്ക് ഖേദമില്ല. അള്ളാഹു ഞങ്ങളെ ദരിദ്രനാക്കിയത് കൊണ്ട് എനിക്കെന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്നല്ല. ദരിദ്രനായിട്ടും അള്ളാഹിൻ്റെ പ്രീതി നേടുന്നതിൽ ഞാൻ വിജയിച്ചു. സമ്പന്നനായതുകൊണ്ട് ഞാൻ നശിച്ചു എന്നല്ല. സമ്പന്നനായിട്ട് അബ്തഗി ഫീമ ആതാക്കല്ലാഹു ദാറൽ ആഖിറ, അതുകൊണ്ട് നീ പരലോകം നേടാൻ നോക്കുക എന്ന് പറഞ്ഞതിൽ ഞാൻ വിജയിച്ചു. അങ്ങനെ രണ്ടാൾക്കും സന്തോഷമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനിന്റെ സകല കാര്യങ്ങളും അവന് ഖൈറാണ്. അജബല്ലി അംരിൽ മുഅ്മിനി ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ. മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരം തന്നെയാണ്. അവന്റെ സകലതും അവന് ഖൈറാണ്. ഇൻ അസാബത്തുഹു സറഅ ശകറ ഫകാന ഖൈറൻ ലഹു. സന്തോഷമുണ്ടായാൽ നന്ദി ചെയ്തു, അതവന് ഖൈറായി. വൈൻ അസാബത്തുഹു ലറഅ സബറ ഫകാന ഖൈറൻ ലഹു. അവന് ബുദ്ധിമുട്ട് ബാധിച്ചാൽ ക്ഷമിച്ചു, അങ്ങനെ അതും അവന് ഖൈറായി. അതാണ് വഇലൈനാ തുർജഊൻ എന്ന് ഇവിടെ പറഞ്ഞത്. എല്ലാ നഫ്സും മരിക്കും. അതുപോലെ ജീവിതത്തിൽ പല അവസ്ഥകളും ഉണ്ടാകും. പക്ഷേ ജീവിതത്തിലെ അവസ്ഥകളല്ല ഭാഗ്യ സൗഭാഗ്യങ്ങൾ നിർണയിക്കുന്നത്. പകരം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് തിരിച്ചു ചെല്ലുന്നത്. എല്ലാം ചെല്ലാനുള്ളത് അങ്ങോട്ടാണ്. ഇവിടെ സമ്പത്ത് അനുഭവിച്ചവൻ അത് തെറ്റായിട്ടാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ശിക്ഷയ്ക്ക് അങ്ങോട്ട് ചെല്ലണം. ഇവിടെ ദാരിദ്ര്യം അനുഭവിച്ചവൻ അതിൽ നല്ല നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ അതിൻ്റെ പ്രതിഫലം വാങ്ങാൻ അവിടെ ചെല്ലണം. അങ്ങനെ അവിടെ ചെല്ലാതെ മരിക്കാതെയും അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാതെയും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ ശല്യം തീരുമെന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾ മരിച്ച് അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചാലും എതിരാളികൾ കുഫറിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എന്നും ജീവിക്കുകയുമില്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരിക്കും, എതിരാളികളും മരിക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലും. അതിൻ്റെ മുമ്പുള്ള അവസ്ഥയിൽ ക്ഷേമവും ക്ഷാമവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മാറി അനുഭവിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ബലാഇൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.